CA എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് ആയുധമാക്കാൻ വേണ്ടി BJP മുന്നോട്ട് വെക്കുന്ന ഒരു പ്രചരണ തന്ത്രം മാത്രമാണ്. അവരാഗ്രഹിക്കുന്നത് CA ഇവിടെ മുഖ്യ വിഷയമാകുകയും CAക്കെതിരെ ഒരു വിഭാഗം സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങളടക്കം പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധം കണ്ടുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന് ധ്രുവീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീരാമജന്മക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ശ്രീരാമജന്മക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അവരുദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം വളരെ നേരത്തെ ആയിപ്പോയി എന്നൊരു തോന്നൽ ചർച്ചയുണ്ട്. അതുകൊണ്ട് അടുത്ത ധ്രുവീകരണ വിഷയം തെരഞ്ഞെടുപ്പാകുമ്പോൾ കൊണ്ടുവന്നതാണ് CA. ഇതെല്ലാവരും ഓർക്കേണ്ടത്, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അടക്കമുള്ളവർ ഓർക്കേണ്ടത്, BJP തുടക്കുന്ന ഒരു പോർമുഖത്തിലെ വിജയമല്ല നമുക്ക് വേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന മഹായുദ്ധത്തിൻ്റെ വിജയമാണ് നമുക്ക് ആവശ്യം. അവർ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചില പോർമുഖങ്ങൾ തുടക്കുന്നു. അവിടെ പോയി ആ കെണിയിൽ പെട്ടുകൊണ്ട് ഈ മഹായുദ്ധം എന്ന ലക്ഷ്യം വിസ്മരിക്കാതെ നമുക്ക് BJP അധികാരത്തിൽ നിന്ന് മാറണം, അതായിരിക്കണം ലക്ഷ്യം. അതുകൊണ്ട് BJPയുടെ കെണിയിൽ വീണ് ഇത് മുഖ്യ വിഷയമാകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, ഞാനൊരു പ്രവചനത്തിനൊന്നും മുതിരുന്നില്ല. ഇവിടെ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇവിടെ രാജ്യത്ത് നടക്കുന്ന പോരാട്ടം BJPക്കെതിരെ ഇന്ത്യ മുന്നണിയുമാണ്. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ നിന്ന് മാറണം, ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി ഉണ്ടാകണം, രാഹുൽ ഗാന്ധി ആകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ CPM അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മുന്നണി രൂപീകൃതമാകും, അതിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടാകും, ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല ഇന്ത്യ രാജ്യത്തെ ചിത്രം. ഇന്ത്യ രാജ്യത്ത് ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ CPM ഇവിടെ നിൽക്കുന്നു എന്ന് അവരാണ് പറയേണ്ടത്. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം. രാഷ്ട്രീയമായി CPM മറുപടി പറയേണ്ടത് അതിനാണ്. അന്നേരം അത് ജനങ്ങൾ, ഇലക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതറിയാനുള്ള അവകാശമുണ്ട്. CPM മത്സരിക്കുമ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ആര് വിഷയത്തിലടക്കം CPMന് രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. അത് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ കൂടി കഴിഞ്ഞു പോകുമ്പോൾ ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ BJPയെ എതിർക്കുന്ന ശക്തി ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ദേശീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി അവരണിചേരും. അതുകൂടാതെ ഭീകരമായ പിണറായി വിരുദ്ധ വികാരം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം വോട്ട് എന്നുള്ളത് എനിക്കിപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കത്തില്ല. ഞാൻ വെറുതെ ഒരു പ്രവചനം നടത്തിയിട്ട് കാര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുമ്പോൾ 20-ൽ 20 വിജയിച്ചാലും ഞാൻ അത്ഭുതപ്പെടത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വാഭാവികമായി അവർ ഈ മോഡി എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിലടക്കം ഉള്ള പ്രചരണം നടത്തുന്നത്. അതിന് കാര്യമുണ്ട്. ഒരു തീവ്ര ഹിന്ദുത്വയുടെ മുഖമായി മോഡി മാറിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഉത്തരേന്ത്യയിൽ പ്രയോജനം ഉണ്ടായേക്കാം. പക്ഷേ കേരളം പോലെ ഇത്രയും പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയും പൗരബോധവും എല്ലാമുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെറുതെയാണ് ഈ യാത്ര എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കേരളത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്.